നമസ്തേ. ജോലി സംബന്ധമായിട്ട് ജോലി ചെയ്യുന്ന പ്രസ്ഥാനത്ത് ഒരു മേൽഗതി നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിൽ വരുന്നില്ല. ശാരീരികപരമായിട്ടുള്ള ബുദ്ധിമുട്ടുകളും പ്രശ്നങ്ങളും എന്നൊക്കെ പറയുന്നു. അപ്പം അങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങൾ വന്നു കഴിഞ്ഞാൽ നമ്മൾ ഇതിനെല്ലാം ഒരു ഒറ്റമൂലി എന്ന നിലയിൽ ഹനുമാൻ സ്വാമി ക്ഷേത്ര ദർശനം ചെയ്ത് ഹനുമാൻ സ്വാമിക്ക് വെറ്റമാലയും അതിലുപരി ഒരു വെണ്ണ ചേർത്ത് നടത്തുന്നത് ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾക്ക് വളരെയധികം ശമനം ഉണ്ടാകും. കൂടാതെ അഭിഷേകപ്രിയനും കൂടാണ് ഭഗവാൻ. അപ്പോൾ അഭിഷേകത്തിന് പ്രാധാന്യമായിട്ടുള്ള പാല്, കരിക്ക്, തേന്, തൈര് ഇതെല്ലാം കൊണ്ടുവന്ന് ക്ഷേത്രം അറിഞ്ഞ് രസീത് എഴുതി ക്ഷേത്ര മേൽശാന്തിയെ ഏൽപ്പിച്ച് ഈ അഭിഷേക പൂജകൾ ശനിയാഴ്ച ദിവസം പോയി ചെയ്താലും അത്യുത്തമമാണ്. കാരണം ഈ ഗ്രഹപീഠകളെല്ലാം ശനിയുടെ ഭാഗത്തു നിന്നും നമുക്കുണ്ടാവാൻ വളരെയധികം സാധ്യതകളുണ്ട്. നേരെ മറിച്ച് വ്യാഴൻ്റെ ദശാസന്ധിയാണ് എന്നുണ്ടെങ്കിൽ നമ്മൾ അനുഭവിക്കുന്നത് ശനിയുടെ ഗുണഗതിയാണ് എന്നുണ്ടെങ്കിൽ നമുക്ക് കുറേയൊക്കെ സ്വയം നമ്മളെ നിയന്ത്രിച്ച് നമ്മുടെ ബിസിനസ് പരമായിട്ടുള്ള കാര്യങ്ങളിലായാലും ഉപരി നമ്മുടെ വീട്ടിനകത്ത് തന്നെ ആയാലും വഴക്കും അലസണ്ടയും ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളെല്ലാം ഒന്ന് ശമിക്കാനും ഹനുമാൻ പ്രീതി വളരെ ഉത്തമം തന്നെയാണ്. അത് ഈ വെള്ളിയാഴ്ച ദിവസങ്ങളിലെ ത്രിസന്ധ്യ സമയത്ത് തട്ടത്തിൽ അല്പം സിന്ദൂരം വെച്ച് ശ്രീരാമചന്ദ്രനെയും സാക്ഷാൽ ശ്രീ ഭഗവതി സീതാദേവിയെ മനസ്സുകൊണ്ട് സങ്കല്പിച്ച് പൂജിച്ച് ആ തിലകം നെറ്റിയിൽ ധരിച്ച് ആ തിലകം നമ്മൾ ഭദ്രമായിട്ട് പൊതിഞ്ഞ് നമ്മുടെ കൈവശം വെച്ചാൽ തന്നെയും ഹനുമാൻ സ്വാമിയുടെ ഉദ്ദിഷ്ടപരമായിട്ടുള്ള അനുഗ്രഹം നമുക്കുണ്ടാവുകയും അതിലുപരി ചൊവ്വാഴ്ചയും വെള്ളിയാഴ്ചയും ധനപരമായിട്ടുള്ള മാറ്റഗതിയും ചൊവ്വാഴ്ചയും വെള്ളിയാഴ്ചയുടെയും പ്രീതികരണത്തിന് ഈ ലക്ഷ്മി ദേവിയുടെയും സരസ്വതി ദേവിയുടെയും ഒക്കെ കടാക്ഷം നമുക്കുണ്ടാവുകയും തടസ്സപരമായി നിൽക്കുന്ന എല്ലാവിധ വ്യാധികളും വിട്ടുമാറാനായിട്ട് ഈ ഒരു ഗ്രഹദേവനായി നിൽക്കുന്ന ഹനുമാൻ സ്വാമിയെ ആരാധിച്ച് മുമ്പോട്ട് പോയാൽ 100-ൽ ഒരു 85% ശത്രുദോഷങ്ങളും വിട്ടുമാറും. അതിലൊരു മാറ്റവുമില്ല. എള്ള് വിളക്ക് കത്തിക്കുന്നതും വളരെ അത്യുത്തമമായിട്ടുള്ളൊരു കാര്യമാണ്. കാരണം ഇന്ന് ജീവിച്ചിരിക്കുന്ന ചൈതന്യങ്ങളിൽ പരിപൂർണമായിട്ടുള്ള ഒരു ചൈതന്യസിദ്ധി ഉണ്ടാവുകയും ഒരു ഭക്തനും വിഷമഗതി ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയുള്ള എല്ലാവിധ അനുഗ്രഹങ്ങളും മനസ്സറിഞ്ഞ് പ്രത്യക്ഷത്തിൽ വളരെ പെട്ടെന്ന് തന്നെ വെച്ച് താമസവുമില്ല, പരീക്ഷണങ്ങളില്ല, മറ്റ് തടസ്സമാർഗങ്ങളൊന്നും വരാത്ത വിധം നമ്മളുടെ കൂടെ നിന്ന് നമുക്ക് ഉതകുന്ന വിധത്തിൽ ഈ കാര്യങ്ങൾ നടത്തി തരാനായിട്ടുള്ളൊരു കഴിവ് ഹനുമാൻ സ്വാമിക്കുണ്ട്. ഹനുമാൻ സ്വാമിയുടെ ഇഷ്ടദേവനെയും ഇഷ്ടദേവിയെയും നമ്മൾ ആരാധിക്കുകയും വേണം ഹനുമാൻ പൂജയോടുകൂടി തന്നെ. എങ്കിൽ മാത്രമേ ഹനുമാൻ സ്വാമിയുടെ അനുഗ്രഹം പരിപൂർണമായും നമ്മൾക്ക് കിട്ടുകയുള്ളൂ. അല്ലാതെ ഇപ്പോൾ ഹനുമാൻ ക്ഷേത്രത്തിൽ ചെന്ന് വെറ്റമാലയും ബാക്കിയുള്ള കാര്യങ്ങളും എല്ലാം ചെയ്തിട്ട് നമ്മളിങ്ങ് പോന്നു കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ മുമ്പിൽ അതെല്ലാം ചെയ്തതിൻ്റെ ഒരു സന്തോഷം മാത്രമേ നമുക്ക് അനുഭവിക്കത്തുള്ളൂ. ഉപരി ദേവിയെ നമ്മൾ പ്രാധാന്യം കൊടുത്തെങ്കിൽ മാത്രമേ ദേവനായി നിൽക്കുന്ന ശ്രീരാമചന്ദ്ര ഭഗവാന്റെ അനുഗ്രഹം നമുക്കുണ്ടാകത്തുള്ളൂ. അത് അദ്ദേഹത്തിൻ്റെ പൂർണ്ണ അനുഗ്രഹം വന്നെങ്കിൽ മാത്രമേ ഹനുമാൻ സ്വാമിയുടെ പ്രത്യക്ഷത്തിലുള്ള അനുഗ്രഹം നമുക്ക് കിട്ടത്തുള്ളൂ.
ഇല്ലെങ്കിൽ പരോക്ഷപരമായി നമ്മൾ ഈ വിഗ്രഹാരാധനകൾ നടക്കുന്ന സ്ഥലത്ത് പോയി നിന്ന് തൊഴുത് വഴിപാടുകളും ചെയ്ത് നമ്മളിങ്ങ് പോത്തതേ ഉള്ളൂ. ത്രിമൂർത്തികളായിട്ടുള്ള വൈഭവങ്ങളുടെ ആ സിദ്ധയോഗം നമ്മൾക്കുണ്ടാവണമെങ്കിൽ പോലും ഈ സിദ്ധയോഗം എന്ന് പറയാൻ നേരത്ത് ജന്മനാല് നമ്മൾക്ക് കിട്ടുന്ന ഒരു അനുഗ്രഹമാണ് സിദ്ധയോഗം. അതിപ്പോൾ ഗ്രഹനിലയിൽ ഏതെല്ലാം വിധേയനുള്ള ദോഷഗതികൾ ഉണ്ടെങ്കിലായാലും നല്ലതായാലും ശരി തന്നെ നമ്മൾക്ക് ചിന്തിക്കാനും സൽപ്രവൃത്തി ചെയ്യാനുമുള്ളൊരു മനസ്സ് ഉണ്ട് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ സിദ്ധയോഗം നമ്മളുടെ കൂടെ ഉണ്ട്. ആ സിദ്ധയോഗം എന്ന് പറയുന്നത് നമ്മളുടെ ഈശ്വര ചൈതന്യത്തെ വർദ്ധിപ്പിച്ചെടുക്കാൻ നേരത്ത് മാത്രമല്ല, നമ്മൾ അറിയാതുള്ള സൃഷ്ടിയിൽ നമ്മൾ കണ്ടതും കേട്ടതും തനതായിട്ടുള്ള രീതിയിൽ ചെയ്തു വന്നിട്ടുള്ള കാര്യങ്ങളുടെ ബലസിദ്ധിയും ആ ചെയ്യുന്ന ജോലിയുടെ ഉത്തരവാദിത്തങ്ങളും അതിൽ കാണിക്കുന്ന ആ ഒരു മനസ്സും ആ ജോലിയിൽ നിന്ന് തിരിച്ച് നമ്മൾക്ക് കിട്ടുന്ന ആ ഒരു വാല്യുവാണ് നമ്മൾ ആ ചെയ്യുന്ന ജോലിയോട് ഉള്ള ഒരു സ്നേഹവും പ്രതിബദ്ധതയും നമ്മൾ കാണിക്കുന്നത്. എത്ര ഇനി വയ്യെങ്കിൽ പോലും നമ്മൾ ആ ജോലിയോട് കാണിക്കുന്ന ഒരു സ്നേഹവും ഉപരി ആ പ്രസ്ഥാനത്തോട് കാണിക്കുന്ന ആ ഒരു ആത്മാർത്ഥതയുമാണ് നമ്മൾക്ക് ആ ഫലസിദ്ധി നമുക്ക് ഈശ്വരനിൽ നിന്ന് മാത്രം നമുക്ക് കിട്ടത്തുള്ളൂ. നേരെ മറിച്ച് നമ്മൾ താൽക്കാലികപരമായിട്ടുള്ള കാര്യങ്ങളാണ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ഒരിക്കലും നമ്മൾക്ക് അതുകൊണ്ടൊരു മേൽഗതി ഉണ്ടാവില്ല. ഈ സ്ഥിരകാലപരമായിട്ട് ചെയ്യുന്ന കർമ്മങ്ങൾക്കെല്ലാം സ്ഥിരകാലപരമായിട്ട് തന്നെ ഒരു പ്രസ്ഥാനം തുടങ്ങാൻ തന്നെ അവർക്ക് സ്വന്തമായിട്ട് പറ്റും. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. നമ്മളുടെ അടിയുറച്ച വിശ്വാസവും നമ്മൾ ചെയ്യുന്ന ഭക്തിയുടെ നമ്മളുടെ മനസ്സിൽ കാണുന്ന കാര്യങ്ങൾ ഫലപ്രാപ്തിയിൽ കൊണ്ടുവരാൻ നമുക്ക് ഏകാഗ്രതയോടുകൂടി ചെയ്യാൻ പറ്റുന്ന ഒരു സിദ്ധയോഗ മനസ്സുണ്ടെങ്കിൽ മാത്രമേ ഈശ്വരനിൽ നിന്ന് മാത്രം അത് പുഷ്ടിയിലേക്ക് വരുത്തുള്ളൂ. അത് മറ്റൊരാളിനെ കാണിക്കാനോ മറ്റൊരാളുടെ അഭിപ്രായം തേടാനോ മറ്റൊരാളുടെ പ്രസൻസ് നമുക്ക് കിട്ടാനോ അദ്ദേഹത്തിൻ്റെ പ്രീതി നമ്മൾ കൈപ്പറ്റാനോ നമ്മൾ ചെയ്യാൻ പാടില്ല. നമ്മൾ അവിടെ ഈ നെഗറ്റീവായിട്ട് നിൽക്കുന്ന ആളുകളെ ഒന്നും ചുമന്നുകൊണ്ട് നടക്കാൻ പാടുള്ളതല്ല. ഒരാൾ നെഗറ്റീവ് എന്ന് കണ്ടു കഴിഞ്ഞാൽ നമ്മൾ വളരെ സ്നേഹപ്രകാരം അവരുടെ മുമ്പിൽ നിന്ന് പിന്മാറാൻ ശ്രമിച്ചോണം. നമ്മളുടെ മുന്നോട്ടുള്ള ഒരു വഴികളായാലും ശരി തന്നെ, നമ്മൾ ഒരു കാര്യങ്ങളായാലും ചർച്ചയ്ക്ക് പോകാനേ പാടില്ല. അത് നെഗറ്റീവ് എന്ന് കണ്ടു കഴിഞ്ഞാൽ അത് ഒരിക്കലും പിന്നീട് അവരുടെ ഭാഗത്ത് നിന്ന് ഒരു പോസിറ്റീവ് മൈൻഡ് നമുക്ക് കിട്ടത്തില്ല. അപ്പം വരുന്ന വഴി കണ്ടാൽ തന്നെ നമ്മൾ എന്ത് ചെയ്തേക്കണം, അപ്പോഴേ വിട്ടേക്കണം വണ്ടി. പിന്നെ അവിടെ നിന്ന് നന്നാക്കാൻ പോകേണ്ട ഒരു കാര്യവും ഇല്ല. കാരണം ഈശ്വരൻ നന്നാക്കാത്ത ഈ വർഗങ്ങളെയെല്ലാം നമ്മളാരാ നന്നാക്കാൻ? അതുകൊണ്ട് നമ്മൾ നമ്മുടെ കാര്യങ്ങൾ ചെയ്ത് പോവുക. അത് ഏത് തൊഴിൽ സ്ഥാപനത്തായാലും നമ്മൾ ചെയ്യുന്ന തൊഴിൽ മേഖലകളിലും നമ്മൾ കൂടെ നിൽക്കുന്ന സഹപ്രവർത്തകരായാലും ശരി തന്നെ, അവരുടെയൊക്കെ സ്വഭാവ രീതികളും മനസ്സിലാക്കി നമ്മളുടെ മനസ്സിൽ വെച്ചാൽ നമ്മൾ എന്ത് ചെയ്യണം? അവരോട് പ്രതികരിക്കാനോ ഇന്നത്തെ കാലത്ത് പോകാൻ പറ്റത്തില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ചിന്തിക്കുന്ന തലങ്ങളിലല്ല അവരൊന്നും ചിന്തിക്കുന്നത്. എങ്ങനെയെങ്കിലും ഏതെങ്കിലും കിടന്ന് ചെയ്യുക, കുറച്ച് സാമ്പത്തികം ഉണ്ടാക്കുക, സാമ്പത്തികപരമായിട്ടുള്ള കാര്യങ്ങളിൽ കൈക്കലാക്കുക, പോവുക എന്നുള്ളതല്ലാതെ ഒരു ആത്മാർത്ഥത മനോഭാവം ഒന്നിലും എവിടെയും കാണുന്നില്ല. അത്തരം കാര്യങ്ങൾ ഇന്ന് ഉണ്ടായിരിക്കണം. എങ്കിൽ മാത്രമേ അവിടെ മഹാലക്ഷ്മി എന്ന് പറയുന്ന സത്യസ്വരൂപിണിയായ ദേവിയുടെ വാസനയും ചൈതന്യവും ഉണ്ടാകത്തുള്ളൂ. എങ്കിലേ ആ പ്രസ്ഥാനങ്ങൾക്ക് എന്നും തികഞ്ഞു നിന്ന് പോകാൻ പറ്റത്തുള്ളൂ. ഇല്ലെങ്കിൽ ഇങ്ങനെ കുറേ നെഗറ്റീവുകൾ പൊട്ടിമുളച്ച് വന്നു കയറി ആ പ്രസ്ഥാനങ്ങളും നശിപ്പിക്കും. നമ്മൾ ചെയ്യുന്ന ജോലി സംബന്ധമായിട്ടുള്ള എല്ലാ കാര്യങ്ങൾക്ക് തടസ്സം ഉണ്ടാവാൻ വന്ന് കയറി നിൽക്കുകയും ചെയ്യും. അപ്പോൾ നമ്മൾ ഈ നെഗറ്റീവ് എന്ന് ഉദ്ദേശിക്കുന്നത് നമ്മൾ തന്നെയാണ് ഇങ്ങനെയുള്ള ആളുകൾക്ക് വളം വെച്ച് കൊടുക്കുന്നത്. അപ്പോൾ പ്രസ്ഥാനങ്ങളിൽ കഴിയുന്നത് ഇടവേള സമയങ്ങളിൽ ഈ നെഗറ്റീവുകളായിട്ടുള്ള ആളുകൾ വന്നു കഴിഞ്ഞാൽ കഴിയുന്നത് ആ പ്രസ്ഥാനത്ത് അവരെ നിർത്താൻ പാടുള്ളതല്ല.
അവരെ ഒഴിവാക്കിയേക്കണം. അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ ഇങ്ങനെയുള്ള വ്യക്തികൾ വന്ന് സഹകരിക്കണം എന്നുണ്ടെങ്കിൽ അവരുടെ മനസ്സിനകത്ത് അത് നശിക്കണമെന്നുള്ള ചിന്ത ഉണ്ടായിട്ടാണ് അവിടെ നിന്ന് വിട്ടുമാറാതെ വന്ന് കയറുന്നത്. അതിന് കഴിയുന്നതും നമ്മൾ എന്ത് ചെയ്യണം? നമ്മളുടെ ഉൾക്കണ്ണോട് കൂടി ഓരോ ആളുകളുടെ ചിന്താഗതിയെ മനസ്സിലാക്കി നമുക്ക് ഗുണം ചെയ്യുന്നവരാണ് എന്നുണ്ടെങ്കിൽ മാത്രം അവരുമായിട്ട് മുന്നോട്ട് പോവുക. അല്ലാതെ ഈ വന്ന കാലത്ത് അല്ലാതുള്ള ആളുകളെയും കൂടെ നമ്മൾ കൂട്ടിയിണക്കി കൊണ്ടുപോകാൻ നിന്ന് കഴിഞ്ഞാൽ അവരും നശിക്കും, നമ്മളും നശിക്കും. നമ്മൾ നശിച്ചാൽ അവരെ സഹായിക്കാൻ പറ്റത്തില്ല. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം. അപ്പോഴേ ഈ ശത്രുത മനോഭാവങ്ങളും ശത്രുതകളും എല്ലാം വരുന്ന വഴികളാണ് ഈ രീതികളെന്നുള്ളതാണ് നമ്മൾ ഈ വഴിപാടിനത്തിൽ ഇത്രയും പറഞ്ഞു വരാനുള്ള കാരണങ്ങൾ. അപ്പോൾ കഴിയുന്നതും മഹാദേവൻ്റെ അടുത്ത് പോവുക. മഹാദേവൻ എന്ന് ഞാൻ ഉദ്ദേശിക്കുന്ന സാക്ഷാൽ ഹനുമാൻ സ്വാമിയുടെ അടുത്ത് പോവുക. നിസ്സഹായ അവസ്ഥയിൽ നിന്ന് പ്രാർത്ഥിക്കുക. ഭഗവാന്റെ നമ്മളുടെ ആ എളിമത്വത്തോടു കൂടിയുള്ള പ്രാർത്ഥന വഴി നമ്മൾക്ക് കിട്ടുന്ന ഒരു അനുഗ്രഹം ഹനുമാൻ സ്വാമിയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും അന്ത്യസമയം വരെ ഭഗവാൻ അനുഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ്. അങ്ങനെയുള്ള അനുഗ്രഹം കിട്ടാനും വളരെ പാടാണ്. എനിക്ക് അറിയാം, ജീവിതത്തിൽ പരാജയപ്പെട്ട് ജോലിയിലും പരാജയപ്പെട്ട് ആത്മഹത്യയുടെ വക്കിൽ നിന്ന പല വ്യക്തികളും ഹനുമാൻ പ്രീതിക്ക് വേണ്ടി പോയി ഇന്ന് അവരുടെ അവസാന കാലഘട്ടം വരെ ജീവിക്കത്തക്ക രീതിയിലുള്ള മാർഗരീതി കൊണ്ടുവന്ന് ഭഗവാന്മാർ കൊടുത്തു. ഈ ഭഗവാന്മാരെന്ന് ഞാൻ ഉദ്ദേശിക്കുന്നത് പല സ്ഥലത്ത് പല ക്ഷേത്രങ്ങളിലുമുള്ള ഹനുമാൻ സ്വാമിമാരുടെ ഭക്തർക്ക് കൊടുത്തു. അപ്പോൾ ഹനുമാൻ സ്വാമി അത് കൊടുത്തതിൻ്റെ തെളിവും അത് ഇന്ന കാര്യങ്ങൾ ചെയ്തതിന് ശേഷമാണ് ഞങ്ങൾക്ക് ഇങ്ങനെ ഒരു മാർഗം വന്നതെന്നും എൻ്റെ അടുത്ത് തുറന്ന് പറയേണ്ട സാഹചര്യങ്ങൾ വന്നുകൊണ്ടാണ് ഞാൻ അത്ര ധൈര്യപൂർവ്വം ഈ ഒരു വീഡിയോ ചെയ്യാനുള്ള കാരണം. ബാക്കിയുള്ള ദേവന്മാരാരും മോശക്കാരാണെന്നല്ല ഞാൻ ഈ പറഞ്ഞു വരുന്ന കാര്യം. ഓരോ ദേവന്മാർക്കും ഓരോ ദേവിമാർക്കും അതിൻ്റേതായിട്ടുള്ള സവിശേഷതകളുണ്ട്. പക്ഷേ സമയബന്ധിതമായി ദീർഘനാളത്തെ പരീക്ഷണങ്ങളില്ലാതെ പ്രത്യേകിച്ച് പെട്ടെന്ന് തന്നെ നമുക്ക് പ്രത്യക്ഷത്തിൽ നമ്മളെ അനുഗ്രഹിച്ച് നമ്മളുടെ മനസ്സിന് ശാന്തി സമാധാനവും തരുന്ന ഏറ്റവും ശ്രേഷ്ഠകരമായിട്ടുള്ള എളിയ വഴിപാടുകളും അതിലുപരി തന്നാൽ തിരിച്ചു മേടിക്കാത്ത ദേവനും സത്യസ്വരൂപനുമായ ഹനുമാൻ സ്വാമിയുടെ അനുഗ്രഹം നമ്മൾക്ക് കിട്ടാൻ ഈ ഒരു മാർഗം ഒന്ന് ചെയ്തു നോക്കിയാൽ നിങ്ങൾക്കത് ബോധ്യമായിരിക്കും. അതിൽ ഒരു സംശയവും വേണ്ട. 100% നിങ്ങൾ വിശ്വാസപ്രകാരം ഹനുമാൻ ക്ഷേത്ര സന്നിധിയിൽ പോവുക. യഥാശക്തി അനുസരിച്ചുള്ള വഴിപാട് ചെയ്ത് ഭഗവാനുമായിട്ടുള്ള ഒരു ആത്മബന്ധമുണ്ടാക്കുക. അതിലുപരി നിങ്ങൾക്കുണ്ടാകുന്ന മാറ്റഗതികൾ ഭാവിയിൽ നിങ്ങൾക്ക് തന്നെ അത് ബോധ്യപ്പെട്ടിരിക്കും. അതിൽ ഒരു സംശയവുമില്ല. തീർച്ചയായിട്ടും ഹനുമാൻ സ്വാമിയുടെ അനുഗ്രഹം എല്ലാവർക്കും ഉണ്ടായിരിക്കട്ടെ.